പടം ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ്. സൂര്യയുടെ കംബാക്ക് എന്നൊക്കെ പറയാൻ വേണ്ടി അങ്ങനെ വിചാരിച്ച കയറി കണ്ടതെങ്കിലും ഈ ഒരു ടിപ്പിക്കൽ ഗാങ്സ്റ്റർ സ്റ്റോറി തന്നെയാണ്. ഗാങ്സ്റ്റർ മൂവ്സിൽ എന്ത് കാണോ ആ സെയിം കഥ തന്നെ. പക്ഷേ കാർത്തിക് സുബ്രാജ് ഒരു നല്ലൊരു മേക്കറാണ്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് വെറൈറ്റി എടുക്കാൻ നോക്കി. പക്ഷെ എന്നാലും രാഷ്ട്രീയം പറയണം എന്ന് നിർബന്ധം പിടിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം ക്ലൈമാക്സ് ഇപ്പോൾ എല്ലാവരും നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. തിയേറ്ററിൻ്റെ അകത്താണെങ്കിലും ലാസ്റ്റ് കൂട്ടച്ചിരി ആയിരുന്നു. ഇതൊരു കോമഡി പടമല്ല, പക്ഷേ കോമഡി പടമായി പോയി. ഒരു അതുവരെ സീരിയസ് ആണ് ഉദ്ദേശിച്ചത്. അവർ അവസാനം രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിച്ച കുറച്ച് സീനുകളൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ ഫുള്ള് കോമഡി ആയിപ്പോയി. അതുവരെ ഡീസൻ്റായിട്ട് പോയിക്കൊണ്ടിരുന്ന പടം ഒരു ക്ലീഷയാണ് ഫുള്ള്. പ്രത്യേകിച്ചൊന്നും നിർവികാരമാണ്, പക്ഷെ എന്നാലും ഡീസൻറ്റ് മേക്കിംഗ് ആയിരുന്നു. അങ്ങനെ പോരുന്നൊരു പടം അവസാനമായപ്പോൾ അപരാധം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അങ്ങേയറ്റായിപ്പോവും. അങ്ങനത്തെ രീതിക്കായിപ്പോയി. പടം എന്തായാലും ഒട്ടും എനിക്കിഷ്ടപ്പെട്ടില്ല. രാഷ്ട്രീയമല്ല അതിൽ ഉദ്ദേശിച്ചത്. ഒരു അടിമകൾ ആ ഒരു രീതിയിലുള്ള കഥയാണ് പറഞ്ഞത്. പക്ഷേ അവസാനം വരുമ്പോൾ ഒരു കൂട്ടച്ചിരിയാണ്. സിനിമയ്ക്ക് അകത്തും അത് കാണുമ്പോൾ നമുക്കും ഒരു ചിരിക്കാൻ തോന്നും. അങ്ങനെ ഒരു അനുഭവമായി പോയത്. സൂര്യയുടെ ഗെറ്റപ്പും അഭിനയവും എല്ലാം നല്ലതാണ്. പക്ഷേ ഈ കഥ വളരെ മോശമായിപ്പോയി. അവസാനം പറഞ്ഞ രാഷ്ട്രീയം ഒരു അവസാനം ക്ലൈമാക്സ് അലമ്പാക്കി കളഞ്ഞു. ഒരു സിനിമ എങ്ങനെയൊക്കെ നശിപ്പിക്കാമോ അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞ ആ ക്ലൈമാക്സ്. അതുകൊണ്ട് ജോജു, ജയറാം എല്ലാവരും ഡീസൻറ്റ്, പ്രകാശ് രാജ് മന്നുണ്ട്, എല്ലാവരും നല്ല അഭിനയമാണ്. പെർഫോമൻസ് വൈസ് ആയാലും പിന്നെ സന്തോഷ് നാരായണയുടെ മ്യൂസിക് എല്ലാം ഗംഭീരമാണ്. മേക്കിങ്ങും ഒരു പരിധി വരെ ഓക്കെ ആയിരുന്നു. പക്ഷേ അവസാനം വന്നപ്പോൾ എല്ലാം പോയി. ക്ലൈമാക്സ് നശിപ്പിച്ച് കളഞ്ഞു പടത്തിനെ. അതുകൊണ്ട് തീരെ വർക്കാവില്ല പടം, ഉറപ്പാണ്. റെട്രോ കാർത്തിക് സുബ്രാജിൻ്റെ പടമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മേക്കിംഗ് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇനീഷ്യലി നല്ല അടിപൊളിയായിട്ട് തന്നെ തുടങ്ങി. പക്ഷേ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് എന്തൊക്കെയോ ഗംഭീരമായിട്ട് സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഫീൽ ഉണ്ടാക്കുകയും എന്നാൽ ക്ലൈമാക്സ് ആകുമ്പോഴേക്കും ടോട്ടലി പടം കയ്യിൽ പോയും ഒരു കോമാളികളിയായിപ്പോയി. ശരിക്കും തിയേറ്ററിലുള്ളവരെല്ലാവരും കിടന്ന് ചിരിക്കുകയായിരുന്നു. രാഷ്ട്രീയം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അത് നല്ല രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ നല്ല ബോറാവും. അതിൻ്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ ഒരു സിനിമ. ക്ലൈമാക്സിലേക്ക് വരുമ്പോഴും സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വൻ കോമഡി ആയിരുന്നു. കയ്യിൽ നിന്ന് ടോട്ടലി പോയിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ വെറുതെ വന്ന് കണ്ടിരിക്കാൻ പറ്റിയൊരു പടം. സൂര്യ ഫാൻസിന് വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഉള്ളിനെ ഇങ്ങനെ കൺകുള്ളിൽ കണ്ടുകൊണ്ടിരിക്കാം. ജോർജ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ജയറാമും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഓവറോൾ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ എനിക്ക് നിരാശയാണ്. കാരണം കാർത്തിക് സുബ്രാജിൻ്റെ പടം ആയതുകൊണ്ട് തന്നെ നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. കങ്കു വെച്ച് നോക്കുമ്പോൾ സൂര്യയുടെ ഒരു കംബാക്കാണ്. അത്യാവശ്യം രസമുണ്ടായിരുന്നു. പക്ഷെ ഒരു കാർത്തിക് സുബ്രാജ് പടം എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് കണ്ടിരിക്കുക. ഓക്കെ മൂവി. എനിക്കൊരു വൺ ടൈം വാച്ചപ്പോൾ എനിക്ക് അധികം ഇമോഷണലി കണക്ട് ആയാലും ചിലപ്പോൾ എൻ്റെ പ്രശ്നം ആയിക്കോട്ടെ, എനിക്കറിയില്ല. ജസ്റ്റ് ഓക്കെ ആയിരുന്നു. എനിക്ക് കണ്ടു കൊള്ളാം. കാർത്തിക് സുബ്രാജിൻ്റെ ആ സ്റ്റൈൽ ലെവൽ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. സൂര്യ അദ്ദേഹം നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും പെർഫോമൻസ് വൈസ് എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ആക്ഷനും ബി ജി എം നല്ലൊരു ക്ലാസ് ലെവലായിരുന്നു. സന്തോഷ് നാരായണൻ്റെ ബി ജി എം നന്നായിരുന്നു. കൊള്ളാം. സത്യം പറഞ്ഞാൽ കാർത്തിക് സുബ്രാജ് എന്നൊരു ഡയറക്ടർ എന്നൊരു ഒറ്റ ഹോപ്പ് വെച്ച് കയറിയതുകൊണ്ട് ആ ഹോപ്പ് വെറുതെ ഇല്ല. അത്രേ പറയാനുള്ളൂ. കൊള്ളാം. ഗംഭീരൻ പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. കോമഡി വൈസ് അടിപൊളിയായിരുന്നു. 4 ജോജു സാറും ജയറാം എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല. പടം എനിക്കിഷ്ടപ്പെട്ടില്ല. എൻ്റെ ഒപ്പീനിയനാണ്, എനിക്കിഷ്ടപ്പെട്ടില്ല. കങ്കോ പോലൊരു മോശം സിനിമ തന്നെയാണ് റെട്രോ എന്ന് പറഞ്ഞ പടം. കാർത്തിക് സുബ്രാജിൻ്റെയൊക്കെ നിലവാരം പോയില്ലേ. ഒരു ഇതുമില്ലെന്ന്. ഒരു സീനുമായിട്ട് അടുത്ത സീനുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഒരു മ്യൂസിക് നല്ല BGM ഇല്ല. എന്ത് മോശം സിനിമ. എങ്ങനെയൊക്കെയാണ് പടം എടുക്കണേ ഇവരിലെ. ജയറാമേട്ടനൊക്കെ കോമാളിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ജയറാമേട്ടനൊക്കെ ഇത്രയും മോശം നടനാണോ? അദ്ദേഹമൊക്കെ മലയാളത്തിൻ്റെ ഏറ്റവും നല്ല നടനാണ്. വിലപിടിപ്പുള്ള മൂല്യമുള്ള നടനാണ് ജയറാമേട്ടൻ നമുക്ക് കിട്ടിയതൊക്കെ അഭിമാനമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ആളാണ്. അതൊക്കെ അദ്ദേഹം പോയി തമിഴ് ഇൻഡസ്ട്രിയിലൊക്കെ പോയി പാൻ്റെ സിനിമയിൽ അഭിനയിച്ചെന്ന് വെച്ചുകൊണ്ടിരുന്ന് നടന്നാവില്ല. കോമാളി വേഷം കെട്ടാതിരിക്കുക. ജയറാമേട്ടൻ ഒസ്ലർ പോലുള്ള നല്ല സിനിമ ചെയ്ത് കംബാക്ക് എടുത്ത ആളാണ്. മലയാള സിനിമയിൽ ഇനിയും അവസരമുണ്ട്. ജനപ്രിയ നായകനാണ്. എനിക്ക് തോന്നുന്നു ദിലീപേട്ടനെക്കാട്ടിയൊക്കെ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു നടനാണ് കുടുംബ പ്രേക്ഷകരിൽ ജയറാമേട്ടനെന്ന് ഇത്തരം സിനിമകളിലൊന്നും അഭിനയിച്ചൊരു കോമാളിയുണ്ട് ആളല്ല. ഭാവി ഉള്ള നടനാണ്. പക്ഷേ എന്തിനാണ് ഇങ്ങനെ മോശം സിനിമകൾ അഭിനയിക്കുന്നത്? കാർത്തിക് ഈ ഡയറക്ഷനൊന്നും മോശമാണ്. പിന്നെ സൂര്യയെ നമുക്ക് സംബന്ധിച്ച് പറയാം, സൂര്യ ഒരു നടനാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല മൂല്യമുള്ള നടനാണ് തമിഴിലെ. അപ്പോൾ അദ്ദേഹം കങ്കുവ പോലുള്ള സിനിമ എടുത്ത് നമ്മളെ ഒരു തേപ്പ് തേച്ചതാണ്. അപ്പം ഇതും നമ്മൾ പ്രതീക്ഷയോടെ കാണുമ്പം പ്രേക്ഷകരെ വിഷമിപ്പിക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട്. ഇനി അദ്ദേഹം അടുത്തൊരു സിനിമ ചെയ്യുമ്പോൾ തിയേറ്ററിൽ ഒരാളുണ്ടാവില്ല. അത് അദ്ദേഹം മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറയണം. ഇങ്ങനെ ഓരോ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ തിയേറ്ററിലേക്ക് ആളും വരില്ല. അദ്ദേഹത്തിൻ്റെ നിലവാരം നഷ്ടപ്പെടും. അദ്ദേഹം കൂടുതലാൾ അഭിനയിക്കേണ്ടി വരില്ല ഇങ്ങനെ പോയാൽ. കാരണം 2 സിനിമ കൊണ്ട് പ്രേക്ഷകരെ വിഷമിപ്പിച്ചു.
നല്ല നല്ല സിനിമകൾ ചെയ്യാൻ പൈസയ്ക്ക് വേണ്ടിയാണ് അവരിങ്ങനെ ഇത്ര മോശം സിനിമകൾ എടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വല്ല ബിസിനസ്സും ചെയ്യണം. പ്രേക്ഷകൻ നമ്മളെപ്പോലുള്ള സാധാരണക്കാര മനുഷ്യരുടെ കഥ പറയുന്ന സിനിമകൾ എടുക്കുമ്പം നമുക്ക് മനസ്സിലാവണം, നമുക്കും അതുമായിട്ട് റിലേറ്റഡ് ആവണം. ഇതങ്ങനെയൊന്നുമില്ല. എന്തൊക്കെ എവിടെയൊക്കെയോ കൊള്ളിച്ച് ഒരു നിമിഷം ഒരു സിനിമയുടെ 2.5-3 മണിക്കൂറിനകത്ത് നമ്മളെ ഒരു നിമിഷം ഒരിടത്ത് പോലും നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഉള്ളിലേക്കൊക്കെ നോക്കി, പലരും ഫോൺ എടുക്കുന്നു, വേറെ വിനോദത്തിലാണ് അവർ തിയേറ്ററിൽ ഇരുന്നത്. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ തുടരും മൂവിയല്ല ഏറ്റവും നല്ല മൂവി. നമ്മളൊരു 10 പ്രാവശ്യം കണ്ടാലും നമുക്ക് ബോറടിക്കില്ല. അതായത് 47 വർഷം ലാലേട്ടനും മമ്മൂക്കായും നമുക്ക് തന്ന ട്രീറ്റാണ് ഈ തുടരും മൂവി പോലുള്ള സിനിമകൾ. അപ്പോൾ സൂര്യയിൽ നിന്ന് ജയ് ഭീം പോലുള്ള ഏറ്റവും വലിയ സിനിമകളെടുത്ത് ഏറ്റവും നല്ല നടനാണ്. അദ്ദേഹത്തിൽ നിന്ന് ഇത്രയും മോശം സിനിമ ഇനി പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഇത് പഠിക്കണം ഇനി. കാരണം ഇങ്ങനെ ഒരാളെങ്കിലും റിവ്യൂ പറയുമ്പോഴാണ് ഇവർക്ക് തോന്നുള്ളൂ. ഇനി മോശപ്പെട്ട സിനിമയിലേക്ക് വരാതിരിക്കുക. കാരണം എത്രായിരം രൂപയാണ് ഒരു മനുഷ്യൻ കൊണ്ട് ചിലവാക്കേണ്ടത്? 2000 രൂപയാണ് ഒരു തിയേറ്റർ സിനിമ ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ 2000 രൂപ ദിവസം പണിക്കാശെല്ലാം ചിലവാക്കിയാണ് പറഞ്ഞത്. അപ്പോൾ അവരെ നമ്മൾ റിവ്യൂ പറഞ്ഞ് നല്ല പടമാണ്, അടിപൊളി പടമാണെന്നും ഫെയിം ഉണ്ടാക്കിയെടുത്തിട്ട് പറ്റിച്ചിട്ടൊന്നും കാര്യമില്ല. നാളെ ചിലപ്പം അവർ ചോദിക്കുന്നതിന് മറുപടി പറയേണ്ടി വരും. നല്ല സിനിമയാണെങ്കിൽ നിങ്ങൾ നല്ല സിനിമയെന്ന് പറ, മോശം സിനിമയാണെങ്കിൽ മോശം എന്ന് പറ. പക്ഷെ ഇത്രയും മോശമായിട്ട് എടുക്കണ്ട. അതാണ് എൻ്റെ അഭിപ്രായം.